മണി വീക്കിലെ 25,000 രൂപ സ്വന്തമാക്കാനുള്ള ടാസ്കായിരുന്നു ബെൽ ടാസ്ക്. അതായത് മണിമുഴക്കം. മണി മുഴങ്ങാതെ എങ്ങനെയാണ് ഈ 25,000 രൂപ കരസ്ഥമാക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഓരോരുത്തരുടെ തലയിലായി ഘടിപ്പിച്ചിരിക്കുന്ന മണി ബസർ ടു ബസറിനുള്ളിൽ ഇളകാതെ സൂക്ഷിക്കുക. അതായത് മണിയുടെ ശബ്ദം പുറത്തു വരാതെ സൂക്ഷിക്കുക. പലയാളുകളും ബസർ ടു ബസർ ആകുമ്പോഴേക്ക് ഒരു ഭാഗത്ത് ഇരിക്കുകയും മറ്റു ചിലർ നിൽക്കുകയാണെങ്കിൽ അനങ്ങാതെ നിൽക്കുകയുമായിരുന്നു. അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് കളി അങ്ങ് മാറ്റിപ്പിടിച്ചു. ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസുകളെല്ലാം ഇത് വെച്ചുകൊണ്ട് ചെയ്യണമെന്ന്. എന്നാൽ മറ്റുള്ള എല്ലാവരും തന്നെ ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു. നെവിന് ഈ ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നെവിനായിരുന്നു വിധികർത്താവ്. ബിഗ് ബോസ് നൽകിയ ട്വിസ്റ്റ് ഇങ്ങനെയായിരുന്നു: ബസർ ടു ബസർ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റക്കാലിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് മറ്റുള്ള എല്ലാവർക്കും ഒരു അടി തന്നെയായിരുന്നു. കുറച്ചു നേരം നിന്ന് കഴിയുമ്പോഴേക്ക് ഓരോരുത്തരുടെയും ബാലൻസ് പോകുവാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായി ഔട്ടായിക്കൊണ്ട് നിന്നു. എല്ലാവരെയും മറികടന്നുകൊണ്ട് പട്ടാഗേൾസ് ആയിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. പിന്നീട് അവർ 3 പേരുമായിരുന്നു മത്സരിച്ചിരുന്നത്. അനുമോൾക്ക് ഈ ടാസ്ക് വളരെ നിസ്സാരമായിരുന്നു. അനുമോൾ മണിയിളകാതെ ഒരുപാട് ആക്ഷനുകളൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർ 3 പേരിൽ ആദ്യം നൂറ ഔട്ടായി. പിന്നെ ആദിലയും അനുമോളുമായിട്ടായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരും ഒരുപാട് നേരം ഒറ്റക്കാലിൽ നിന്നതിന് ശേഷം അനുമോൾ ഔട്ടാവുകയായിരുന്നു. അങ്ങനെ ഈ ടാസ്കിൽ ആദില വിൻ ചെയ്യുകയായിരുന്നു. 25,000 രൂപ ആദിലയ്ക്ക് സ്വന്തം. ക്യാപ്റ്റനായ നൂറ സ്റ്റോർ റൂമിൽ പോയി 25,000 രൂപയുടെ ചെക്ക് ആദിലയെ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.